ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാനാസോണിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം 2 മാസമായി. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ്, ഇത് എങ്ങനെയുണ്ട്, ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു നോക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ പാനാസോണിക് എന്ന് പറയുന്ന ഒരു വാഷിംഗ് മെഷീൻ, അതായത് 7.5 കിലോ ആണ് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ പാനാസോണിക് എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ജപ്പാനാണ് അതിൻ്റെ ഒരു മെയ്ഡ്. ഇതൊക്കെ നമുക്ക് അസംബിൾ ചെയ്തായിരിക്കും കിട്ടുന്നത് ഇന്ത്യയിൽ. അപ്പോൾ എന്തുകൊണ്ടും പാനാസോണിക്കിന് ഒരു പേരുണ്ട്, അതിൻ്റെ ആ ഒരു ഗുണം അതിന് ഏകദേശം കാണും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളെല്ലാവരും. അപ്പം ഞാൻ അങ്ങനെ പാനാസോണിക്, ഇതിലും കൂടിയ കമ്പനികളുടെയൊക്കെ വാഷിംഗ് മെഷീനൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ എല്ലാ കമ്പനികൾക്കും നമുക്ക് പോയിട്ട് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധാരണപ്പെട്ടവനൊക്കത്തില്ല, കാരണം അതുപോലെ പ്രൈസും ഉണ്ട്. അപ്പം ഞാനിത് ഏകദേശം ഒരു 20,000 രൂപ താഴെയുള്ളൊരു കോസ്റ്റിനാണ് ഈ ഒരു സാധനം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കംപ്ലയിൻസിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയും, അതായത് മെയിൻ്റനൻസുകൾ നമുക്ക് വരുമ്പം അതിൻ്റെ സ്പെയർ കിട്ടണം, അല്ലാതെ മെയിൻ്റനൻസ് കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ അപേക്ഷിച്ചാണ് ഏതൊരു അപ്ലയൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ, പാനാസോണിക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പം എയർ കണ്ടീഷനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കംപ്ലയിൻസ് കുറവും നല്ല കൂളിംഗ് എഫിഷ്യൻസിയൊക്കെ ഉള്ള ഒരു ബ്രാൻഡ് എ സികളാണ് ഞാൻ പാനാസോണിക്കിൻ്റെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാനാസോണിക്കിൻ്റെ വാഷിംഗ് മെഷീനെ കുറിച്ച് അന്വേഷിച്ചപ്പം അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ മെയിൻ്റനൻസ് കുറവും ഉള്ള ഒരു സിസ്റ്റമാണ് പാനാസോണിക്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പാനാസോണിക് വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യുന്നത്. ഞാനത് ഓർഡർ കൊടുത്തു, അവരെനിക്ക് വണ്ടിയിൽ കൊണ്ടിറക്കി എൻ്റെ വീട്ടിൽ തന്നു. അപ്പോൾ ഇതിൻ്റെ തന്നെ പാനാസോണിക്കിൻ്റെ ടെക്നീഷ്യൻ അവർ വരുന്നുണ്ട്, ഇത് ഒന്ന് അസംബിൾ ചെയ്ത്, അതായത് നമുക്ക് ഡെമോ ഒക്കെ കാണിച്ച് ഓണാക്കി തരാൻ വേണ്ടി. അപ്പോൾ ഞാനും ഇതിൻ്റെ ഒരു അത്യാവശ്യം ഒരു ചെറിയ ടെക്നീഷ്യനാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഇതങ്ങനെയൊക്കെ ഉണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്. അപ്പം ബോഡി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കട്ടിയുള്ള തകിടൊന്നുമല്ല ഈ ഒരു മോഡലിന് അവർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ മോട്ടറിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ മോട്ടറിന് ഒരു 10 വർഷം വാറണ്ടിയാണ് ഇതിന് തരുന്നത്. ഇതിൻ്റെ വാട്ട്സ് കാര്യങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അകത്തൊക്കെ എങ്ങനെയുണ്ട്, ടബിൻ്റെ ഗുണം, ടബ് അത് ഫുൾ എസ്എസ് ആണോ അതോ പ്ലാസ്റ്റിക് ഉൾപ്പെട്ടയാണോ, അതിന് മേളിൽ എങ്ങനെയാണ്, സ്വിച്ച് എത്രയുണ്ട്, ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബട്ടൺസിൻ്റെ ഒക്കെ, അതായത് ഇതിൻ്റെ സ്വിച്ചുകളുടെയൊക്കെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളത് ഓണാക്കി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. അപ്പം ഞാൻ ഈ 2 മാസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വാഷിംഗ് മെഷീനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് സാധാരണപ്പെട്ടവന് ഇത് വാങ്ങിക്കുമ്പോൾ ഇതിന് പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ അത് തന്നെ ഈ ഒരു ബ്രാൻഡ് പാനാസോണിക് എന്നൊരു പറയുന്ന ബ്രാൻഡ് ജപ്പാനിലെ നമ്പർ 1 ബ്രാൻഡാണ് പാനാസോണിക്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കാരണം നമ്മൾ ചെറുപ്പം പോലെയൊക്കെ പലരും കേട്ട് പരിചയമുള്ള ഒരു പേരാണ് പാനാസോണിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്പർ 1 കണ്ടോ, ജപ്പാനിലെ ഒരു ഹോം അപ്ലയൻസിലെ നമ്പർ 1 കമ്പനിയാണ് പാനാസോണിക്. അപ്പോൾ ഇത് അതുപോലെ തന്നെ 2 years ആണ് അതിൻ്റെ PCB മറ്റു കാര്യങ്ങളൊക്കെ വാറണ്ടി നമുക്ക് അവർ തരുന്നത്. അതുപോലെ തന്നെ മോട്ടറിന് 10 വർഷം വാറണ്ടി. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ പാനാസോണിക് അതിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്, വർക്ക് ചെയ്യിച്ചും കാണിക്കുന്നുണ്ട്. അതുപോലെ വാട്ടർ ലെവലുകൾ നമുക്ക് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം, ടൈമറുണ്ട്. അതുപോലെ തന്നെ വാഷിങ് നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്ത് എടുക്കാവുന്ന ഒരു ഓപ്ഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഞാനിത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 7.5 കിലോ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി തുണികളൊക്കെ ഇട്ട് വാഷ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത്ര ഒരു കൂടിയ ഒരു മോഡൽ എടുക്കാൻ കാര്യം, ഇത്രയും വലിപ്പമുള്ളത്. ഇല്ലെങ്കിൽ നമുക്കൊരു 7 കിലോ അല്ലെന്നുണ്ടെങ്കിൽ 6.5 കിലോ ഒക്കെ നമുക്ക് അത്യാവശ്യം എടുത്താൽ മതിയാവും. പക്ഷേ നമുക്കൊരു വാഷിംഗ് മെഷീനും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം അതിനകത്ത് തുണി അലക്കിയെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഒരു വീട്ടിൽ അത്യാവശ്യം ബെഡ്ഷീറ്റും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് പുതുത്ത് വെച്ചാലും നമുക്കത് കഴുകിയെടുക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഒരു വലിയ വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വാട്ടറിൽ ഇൻലെറ്റിലുള്ള ഹോസ് തരുന്നുണ്ട്, അതുപോലെ ഡ്രെയിനേജിൻ്റെ ഹോസ് നമുക്ക് തരുന്നുണ്ട് കമ്പനി.
പിന്നെ അതുപോലെ നമ്മുടെ കാറ്റലോഗ് അതിനകത്ത് കമ്പനി തരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കമ്പനി ഇതിനകത്ത് തരുന്നത്. പിന്നെ ഇതിൻ്റെ ബേസിലെ ഒരു കവറുണ്ട്, അതായത് അടിവശത്ത് നമുക്ക് വെക്കാനുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട്. അത് നമ്മൾ ഇതിനെ അടിയിലോട്ട് ചരിച്ച് വെച്ചിട്ട് അതിൻ്റെ സ്ക്രൂ വെച്ച് അത് ക്ലിയർ ചെയ്യണം. ഇതിൻ്റെ സൈഡിലൊക്കെ ഇത് നമുക്ക് ഡസ്റ്റ് അഴുക്കുകളൊക്കെ കയറുന്ന സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളുമുണ്ട്. ഏറ്റവും അടിയിൽ നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ്. സൈഡ് കംപ്ലീറ്റ് ഒരു സ്റ്റീലിൻ്റെ ടബ്. അങ്ങനെയാണ് ഈ ഒരു മോഡൽ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയത്തക്ക ആയിട്ടുള്ള ഗുണങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ ഒരു വീടിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ മുകളിൽ ഗ്ലാസ് ആയിട്ടാണ് നമുക്ക് അകത്തേക്ക് നോക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ട്. സൈഡിൽ പിടിക്കാനുള്ള ഹാൻഡിൽ 2 അവരവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി വാണിംഗ് കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സൈഡുകളിൽ. പിന്നെ ബാക്ക് സൈഡിൽ തന്നെ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും, അതായത് മോഡൽ നമ്പർ, വാട്ട്സ് 430 വാട്ട്സ് ആണ് ഈ ഒരു മോട്ടറിന്, 7.5 കിലോ സീരിയൽ നമ്പർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ. അപ്പോൾ ഇനി ഇതിൻ്റെ 3 പിന്ന് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്ലഗ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശത്ത്, അതായത് ഈ എലികളൊന്നും കയറിയോ ഇതൊന്നും വയറൊന്നും അറുത്ത് കളയാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രൊട്ടക്ഷൻ, അതൊരു ഗാർഡുണ്ട്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത് ഇരിക്കുന്നത്. നമ്മൾ തെർമോക്കോളിൽ നിന്നൊക്കെ ഇതെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ട്. ഇതാണ് നമ്മുടെ ഈ 7.5 കിലോയുടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഓവറോളായിട്ടുള്ള ലുക്ക്. പിന്നെ ഇത് നമ്മളിത് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കുന്നുണ്ട്, വാഷ് ചെയ്ത് എങ്ങനെയുണ്ട് സ്പീഡ് കാര്യങ്ങളൊക്കെ. ആ നെറ്റ് കണ്ട അടിയിൽ കണ്ടോ, ഇതിൻ്റെ സ്ക്രൂവിൻ്റെ കൂടെ തന്നെ ഈ സ്ക്രൂ കണ്ട ഒരു വാട്ടർ ഇൻലെറ്റിൻ്റെ കവറിനകത്ത് തന്നെ നമുക്ക് അതിനകത്ത് കാണും. ഇത് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലെഗ്, 4 ലെഗാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അതിൽ ഒരു ലെഗ് മാത്രമേ നമുക്ക് ഇതിനകത്ത് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ടൊക്കുള്ളൂ. കാരണം വയ്ക്കുന്ന ആ ഒരു പ്രതലം ചരിഞ്ഞ പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലെഗ് മാത്രമേ നമുക്ക് മൂവ് ചെയ്യിക്കാനൊക്കത്തുള്ളൂ. അതായത് ഈ ഇത് റൈറ്റ് സൈഡിലായിട്ടുള്ള, അതായത് ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ ഒരൊറ്റ ലെഗ് മാത്രമാണ് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാൻ. ബാക്കി എല്ലാം ഫിക്സഡ് ആയിട്ടുള്ള ലെഗാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് ഇനി നൂത്ത് വെച്ചിട്ട്, അതായത് നമുക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ് ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി നമുക്ക് പവറൊക്കെ കൊടുത്തിട്ട് ഇതിനെ ഓണാക്കിയിട്ട് ഇതിൻ്റെ ആ ടബിൻ്റെ സ്പീഡ്, അതുപോലെ തന്നെ സ്പിന്നിന് സ്പീഡുണ്ടോ, എങ്ങനെയൊക്കെ നമുക്ക് സ്പിന്ന് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത്. ഇത് വാട്ടർ ഇൻലെറ്റ് കൊടുക്കാനുള്ളതാണ്. അവിടെ ഒരു ചെറിയൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ അത് ഊരി കളയാതിരിക്കുക, കാരണം വെള്ളത്തിൽ നിന്ന് കൂടെ വരുന്ന അഴുക്കളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഫിൽറ്ററിനകത്ത്. ഫിൽറ്റർ ഉള്ളതിൻ്റെ കാരണം അതിനകത്തേക്ക് അഴുക്കുകളൊന്നും പോകാതെ, അതായത് നമ്മുടെ തുണിയൊക്കെ ഇടുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ ഓരുകളോ മറ്റു അഴുക്കുകളോ ഒന്നും ഉള്ളിലേക്ക് തടഞ്ഞു പോകാതെ നിർത്താനുള്ളതാണ് ആ ഒരു ഫിൽറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് അഴുക്ക് വരുന്ന സമയത്ത് അത് ഊരി കഴുകി വൃത്തിയാക്കി ഇടുവാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ടോപ്പിലുള്ള ആ ഒരു വ്യൂ. ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ കാണത്തക്ക രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നത് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടാണ് ഇത് കാണിക്കുന്നത്. സ്റ്റാർട്ടുണ്ട്, പവർ, പ്രോഗ്രാം, ഡിലേ ടൈമുണ്ട്, വാട്ടർ ലെവല്, അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സ് ഇതിങ്ങനായിട്ടുള്ള വാഷ്, സ്പിന്ന്, റിൻസ് ഇതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടൈമറുണ്ട്. ടൈമർ മണിക്കൂറും മിനിറ്റും എല്ലാം സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. അതിന് പ്രോഗ്രാം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പ്രോഗ്രാമാണ് ഇതിനകത്തുള്ളത്. നോർമൽ, ക്വിക്ക്, ഡെലിക്കേറ്റ്, സോക്ക്, അതുകൊണ്ട് എക്കോ വാഷ്, ബെഡ്ഷീറ്റ് കഴുകാൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ ടബ് ഒന്ന് കഴുകാനുള്ള ആ ഒരു ഓപ്ഷൻസ് വരും. 7ാമത്തത് നമുക്ക് അതായത് 90 മിനിറ്റ് സ്പിന്നിങ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ. 8ാമത്തെ നമുക്ക് നമ്മുടെ ടബ് ക്ലീൻ ചെയ്യാൻ മാത്രമായിട്ടുള്ള ഓപ്ഷൻ. പിന്നെ റീസെറ്റ് ചെയ്യാനും ചൈൽഡ് ലോക്ക് അതെല്ലാം ഇതിനകത്തുണ്ട്. സ്റ്റാർട്ട് പവർ ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ ബസർ കേൾക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാം ആദ്യം സെലക്ട് ചെയ്യാം, ഏത് പ്രോഗ്രാമിലാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ ശേഷം സ്പിന്നാണോ വാഷാണോ ഏതാണ് ആവശ്യം, അതുപോലെ തന്നെ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഈ ഒരു മോഡൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ ഇതൊന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ്. നമ്മൾ പ്ലഗ് ചെയ്തിട്ട് പവർ ഓൺ ആക്കുകയാണ്. പവർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഡിസ്പ്ലേയിൽ 1 പ്രോഗ്രാം 1 എന്നാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഷ്, റിൻസ്, സ്പിന്ന് അത് നമ്മൾ 3 അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മുതൽ വാഷ് ചെയ്ത് സ്പിന്ന് ചെയ്യുന്നതായിരിക്കും. അതല്ല നമ്മൾ ഓരോന്ന് പ്രസ് ചെയ്ത് മാറ്റി വന്നിട്ട് ഓരോ പ്രോഗ്രാം അവിടെ മാറിയിട്ട് അല്ല LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ 3 സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലെവൽ നമ്മളവിടെ പ്രസ് ചെയ്യാന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെള്ളം ഏത് രീതി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട്, അതുപോലെ തന്നെ പ്രോഗ്രാം ആദ്യം സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് പ്രോഗ്രാമിലാണ്, അതായത് ക്വിക്ക് വാഷ് വേണോ, അതുപോലെ തന്നെ നമുക്ക് സോക്ക് വേണോ, ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മളവിടെ സെറ്റ് ചെയ്യാം. വെള്ളത്തിൻ്റെ ലെവൽ ലിറ്ററാണ്, 53 ലിറ്റർ വരെയാണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ തുണി എത്രയുണ്ട്, ഞാനിവിടെ ഒരു 37 അല്ല 42 അങ്ങനെയുള്ള റേഞ്ചിലൊക്കെയാണ് വെള്ളം ഉപയോഗിച്ച് നോക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് ഇതുണ്ട്. അതുപോലെ സ്റ്റാർട്ട് ഞെക്കി കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്തേക്ക് വെള്ളം, അതിൻ്റെ സോളിനോട് വാൽവ് ഓപ്പൺ ആയിട്ട് വെള്ളം അകത്തേക്ക് വീഴുന്ന സീനാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾ നോക്കണം, വാഷ് ചെയ്യുന്നതിൻ്റെ സ്പീഡ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം 2 മാസം ഉപയോഗിച്ചിട്ടുണ്ട്. 2 മാസം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു കാര്യം ലാസ്റ്റ് പറയാം. കാരണം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്, ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് 2 മാസം വെയിറ്റ് ചെയ്തത്. കാരണം ഈ എടുക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിത് വാഷിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഷിൻ്റെ ആ ഒരു LED അവിടെ ബ്ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ ടൈം നമുക്ക് 45 മിനിറ്റാണ് നോർമൽ വാഷ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആ 45 ആയിരിക്കും അവിടെ ആ ടൈം അതിനകത്ത് വരുന്നത്. പിന്നെ അതുകൊണ്ട് ക്വിക്ക് വാഷും ഉണ്ട്. ക്വിക്ക് വാഷ് ആണെങ്കിൽ ഇതിലും കുറച്ചുള്ള ടൈമിൽ ക്വിക്ക് വാഷ് വരുന്നുണ്ട്. പിന്നെ ഡെഡിക്കേറ്റ് 4ാമത്തെ നമ്മൾ ഡെഡിക്കേറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 80-85 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. അതായത് സമയമെടുത്ത്, അതായത് തുണിയൊക്കെ മാക്സിമം കുതിർന്ന് സോപ്പ് വെള്ളത്തിനകത്ത് കുതിർന്ന് ഇരുന്ന് അഴുക്കൊക്കെ പതുക്കെ ഓരോ 5 മിനിറ്റിൽ ഒരു 1-2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങി സ്റ്റോപ്പായി 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ, അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വെള്ളം നിറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ ഒരു വാഷിൽ ആ ഒരു സ്പീഡ്, അതായത് എങ്ങനെയാണ് ആ ഒരു സ്പീഡിൽ ഇത് കറങ്ങുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കാണുകയും ചെയ്യാം. ഇതിപ്പം വെള്ളം നിറയുന്നതേ ഉള്ളൂ. എന്നാലും ഞാനൊന്ന് ഫാസ്റ്റായിട്ട് ഇത് മൂവ് ചെയ്ത് വിടുകയാണ്. ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു QR കോഡും ഒരു ലിക്വിഡിൻ്റെ ഒക്കെ പടമൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട്. നമ്മളത് മൊബൈലിൽ സ്കാൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റേതായിട്ടുള്ള ഒരു ലിക്വിഡ് വാഷിംഗ് മെഷീനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ ലിക്വിഡിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും ഒക്കെ ഓൺലൈനിൽ കാണുവാനായിട്ട് സാധിക്കും. ആവശ്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഷിംഗ് മെഷീനകത്ത് ഉപയോഗിക്കാം. ഇതിനകത്ത് കൂടുതലും ലിക്വിഡ് ഒഴിക്കുന്നതാണ് നല്ലത്. ഇപ്പം ലിക്വിഡൊക്കെ കാര്യങ്ങളിപ്പോൾ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. സോപ്പ് പൊടി ഇടുന്നത് അത്ര ഒരു അനുയോജ്യമായ കാര്യമല്ല. കാരണം ആ ഒരു പൗഡർ ചിലപ്പോൾ അതിനകത്ത് കിടന്ന് ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞിപ്പോൾ ആ തരി പോലെയൊക്കെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ, ജപ്പാൻ്റെ നമ്പർ 1 കമ്പനിയാണ് ഈ ഒരു പാനാസോണിക് എന്നുള്ള കാര്യങ്ങൾ. 2 വർഷം അതിനകത്ത് വാറണ്ടി ഉണ്ട്, 10 വർഷം മോട്ടറിൻ്റെ വാറണ്ടി. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസുകൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ സ്റ്റാറും അതിൻ്റെ ടോപ്പ് ലോഡ്, മറ്റു കാര്യങ്ങൾ, സീരിയൽ നമ്പർ, ഇതെല്ലാം കാര്യങ്ങളും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പം എങ്ങനെയുണ്ടെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ ഏകദേശം വെള്ളം നിറഞ്ഞിട്ടിരിക്കുകയാണ്. വെള്ളം നിറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് ഫാസ്റ്റായിട്ടൊന്ന് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നല്ലൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ വാഷ് ചെയ്തിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. 2 മാസം കൊണ്ട് ഞാനിത് വാഷ് ചെയ്യുന്നുണ്ട്. മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ഒരു മോഡൽ കണ്ടിട്ടില്ല. സാധാരണഗതിയിലും പുതിയ വാഷിംഗ് മെഷീനൊക്കെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഒരു 1-2 കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഇത് പ്രശ്നം. പക്ഷേ ഇതിന് ഒരു സൗണ്ടോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ലാത്ത ചിലമ്പലോ മറ്റു കാര്യങ്ങളൊന്നും, നല്ല തുണിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വെളുത്ത് വരുന്നുണ്ട്. അലമ്പായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെതായിട്ടുള്ള അത്രയും ഒരു പെർഫോമൻസ് നമുക്ക് എന്തായാലും ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് ലഭിക്കില്ല. അതായത് ഇതിൻ്റെ ഒരു സ്പിന്നിൻ്റെ കാര്യമായാലും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിത് സ്പിന്നിലിടുന്നുണ്ട്, നിങ്ങൾക്ക് ആ ടബിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ സ്പിൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് എടുത്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ സാധാരണ ആ ഒരു വാഷ് ചെയ്ത് സ്പിൻ ചെയ്ത് അത് കിട്ടുന്ന ആ ഒരു മോഡലിൽ, അതേസമയം നമുക്ക് ഈ ഒരു പാനാസോണിക്കിൻ്റെ വാഷിംഗ് മെഷീനകത്ത് നോർമൽ സ്പിന്ന് 10 മിനിറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഒരു മഴ സമയം എങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്പിന്ന് മാത്രമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ അതിലൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് 7ാമത്തെ ഓപ്ഷനിൽ എയർ ഡ്രൈ എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീനകത്ത് സെലക്ട് ചെയ്ത് റൺ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 90 മിനിറ്റിനടുത്ത്, അതായത് 85-90 മിനിറ്റിനടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്പിന്ന് മാത്രമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ തുണി മാക്സിമം നമുക്കത് പിഴിഞ്ഞ്, അതായത് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് കിട്ടുന്ന രീതിയിലേക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് സ്പിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ്, റിൻസ്, സ്പിന്ന് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് സ്പിന്ന് ഇടുക 10 മിനിറ്റൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു മോഡൽ എനിക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ സ്പിന്ന് ഇത്രയും മിനിറ്റുകൾ, അതായത് 1.5 മണിക്കൂർ സ്പിന്ന് മാത്രമായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുക. അതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഗുണമാണ് കേട്ടോ. അത് നല്ലൊരു ഓപ്ഷനാണ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. വാഷിംഗ് മെഷീൻ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പെർഫോമൻസ് ആണ്. പാനാസോണിക്കാണ്, അടിപൊളി. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരു സർവീസ് സെൻറ്ററിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് പരിഹരിക്കും.
2 വർഷം PC വാറണ്ടിയാണ് എനിക്ക് അവർ പറഞ്ഞിരിക്കുന്നത്. 10 വർഷം മോട്ടോർ വാറണ്ടി. മോട്ടർ അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല. നോർമലി എല്ലാവർക്കും 10 വർഷം തന്നെ മോട്ടറിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു സാധാരണപ്പെട്ടവർക്ക് വാങ്ങിച്ച് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു മോഡലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയിലുള്ള കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി.